തിരുവനന്തപുരം PMGയിൽ ഇരുചക്ര വാഹന ഷോറൂമിലുണ്ടായ തീപിടുത്തത്തിൽ 2 കോടിയുടെ നാശനഷ്ടം. തീപിടുത്തം അന്വേഷിക്കാൻ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഫോറൻസിക് സംഘം പരിശോധന നടത്തും. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോണാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഹാൻസ്, 2 കോടിയുടെ നാശനഷ്ടമാണ് ഇപ്പോൾ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ബിനിൽ, ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് എന്താണ് തീപിടുത്തത്തിനുള്ള കാരണം എന്നുള്ളതിന് വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. കാരണം ജില്ലാ ഫയർ ഓഫീസർ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് കൃത്യമായ ഒരു അന്വേഷണം ആവശ്യമാണെന്നാണ്. ഫോറൻസിക്കിൻ്റെ സംഘം അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സംഭവ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനുശേഷമായിരിക്കും കൂടുതൽ വ്യക്തത ഈ കാര്യത്തിൽ വരിക. പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് തീപിടുത്തം ഉണ്ടായത്. അതിനോടൊപ്പം തന്നെ ഈ വാഹന ഷോറൂം ആയതിനാൽ ഇവിടെ ഇന്ധനങ്ങൾ സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ ഇന്ധനങ്ങൾ പൊട്ടിത്തെറിച്ചാവാം പെട്ടെന്ന് വലിയൊരു പൊട്ടിത്തെറി ശബ്ദത്തോടു കൂടി ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ളൊരു നിഗമനത്തിലാണ് പ്രാഥമികമായി എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ പ്രാഥമികമായിട്ടുള്ള വകുപ്പുകൾ ചേർത്ത് മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തീപിടുത്തത്തിൻ്റെ വകുപ്പ് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. കൂടുതൽ ദുരൂഹതകൾ ഉണ്ടെങ്കിൽ ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധനകൾക്ക് ശേഷം കൂടുതൽ ദുരൂഹത ഉണ്ടെങ്കിൽ മറ്റ് വകുപ്പുകൾ കൂടി ചേർക്കും എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതിനോടൊപ്പം തന്നെയാണ് ഈ തീപിടുത്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുന്ന നാശനഷ്ടത്തിൻ്റെ വിവരം വരുന്നത്. ഏകദേശം 2 കോടി രൂപയുടെ നാശനഷ്ടം ഇതിനോടകം സംഭവിച്ചു എന്നാണ് പോലീസ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടുള്ള ഹരികുമാർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിശദാംശമുള്ളത്. എന്തായാലും ഇത് കൂടാതെ തന്നെ ഷോറൂമിലുണ്ടായിരുന്ന വാഹനങ്ങളോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഉപഭോക്താക്കളുടെ വാഹനങ്ങളടക്കം കത്തിപ്പോയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പണം ലഭിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം ഇത്ര വലിയൊരു വലിയൊരു നാശനഷ്ടം ഉടമ തന്നെ വഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്. ഹാൻസ് ജോണാണ് വിവരങ്ങൾ നൽകിയത്. 2 കോടിയുടെ നാശനഷ്ടമാണ് ഇപ്പോൾ ഈ തീപിടുത്തത്തിൽ ഉണ്ടായത്. തീപിടുത്തം എന്ന കാര്യം എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയും വന്നിട്ടില്ല.